ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കളരിക്കലേക്ക് എത്തിയ സിത്താരയോട് ഗൗരവത്തോടെ പറയുന്ന നിർമ്മലയുടെ വാക്കുകൾ അപ്പുറത്ത് മാറി നിന്ന് കേൾക്കാനിടയുകയായിരുന്നു നവീൻ. അരികിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ശാപം ഈ കുടുംബത്തിനുണ്ടെന്നും കളരിക്കലത്തെ ഇപ്പോഴത്തെ സർപ്പശാപം മാറിയെങ്കിലും കീർത്തിയുടെ ശാപം ഇവരുടെ പിന്നാലെ ഉണ്ടാവുമെന്നും അങ്ങനെ കീർത്തിയുടെ ശാപം ഇവരെ പിന്തുടരുമെന്നും ഒക്കെ നിർമ്മല പറയുമ്പോൾ ഇത് കേട്ട് നവീൻ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ആ ശാപം ഇല്ലാതാക്കാൻ എനിക്കറിയാം. അതിന് വേണ്ടത് ഒറ്റൊരു കാര്യം മാത്രം, നിങ്ങളുടെ കുടുംബത്തെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക. ഏതൊരു സന്തോഷത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇടങ്കോലിടുകയും ചെയ്യുന്ന നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കുക. ഇപ്പോഴൊക്കെ ഏതൊക്കെ അവസ്ഥയിൽ ഇവിടെ വളരെ സന്തോഷത്തോടെ ഗാഥ എത്തുന്നു, അപ്പോഴൊക്കെ ആ സന്തോഷം തല്ലിക്കെടുത്തുന്നത് നിങ്ങളാണ്. അതിനെ ഇല്ലാതാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു കടുത്ത തീരുമാനം എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് നവീൻ വലിയ ഗൗരവത്തോടെ നിർമ്മലയോട് പറഞ്ഞു. നിർമ്മല അതൊക്കെ കേട്ട് മറുപടി ഒന്നും പറയാതെ വേഗം അവിടെ നിന്ന് അകത്തേക്ക് പോകുമ്പോഴേക്കും അടുത്തേക്ക് വന്ന് നവീൻ സിത്താരയോട് പറഞ്ഞു, മേഡം ഒന്നും കാര്യമാക്കണ്ട. താമസിയാതെ തന്നെ ഇവർക്കെതിരെ ഒരു കടുത്ത തീരുമാനം ഞാൻ എടുക്കും. പിന്നെ ഗാഥ, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയാലോ? മുത്തശ്ശി പറഞ്ഞിരുന്നു, മുഹൂർത്തത്തിന് മുമ്പുള്ള ഇവിടെ വഴിപാടുകൾ നടക്കുന്നതിന് മുൻപ് നമ്മുടെ നാഗത്തറയിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ശരി നവീൻ എന്ന് പറഞ്ഞ് കൂടെ ഗാഥ പോകുന്നു. ഗാഥയും നവീനും അവിടെ നാഗത്തറയിലെത്തി പ്രാർത്ഥിക്കുമ്പോൾ സിത്താരയും മുത്തശ്ശിയും കൂടി അവിടേക്ക് എത്തി. അവർ പ്രാർത്ഥിക്കുന്നതിനിടയിൽ മുത്തശ്ശി പറഞ്ഞത് ഇവരെന്നും ഒന്നിച്ച് ജീവിക്കണമെന്നും ജീവിതകാലം മുഴുവൻ ഇവർ ഒരുമിച്ചുണ്ടാകണമെന്നുമായിരുന്നു. അപ്പോഴേക്കും നവീൻ പ്രാർത്ഥിച്ചത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഗാഥ എന്നും ഇതുപോലെ തന്നെ തൻ്റെ മുന്നിൽ ഉണ്ടാകണമെന്നും ഈ സ്വഭാവമാണ് തനിക്ക് വേണ്ടതെന്നും എന്നും ഈ സ്വഭാവം ഇതുപോലെ നിലനിൽക്കണമെന്നും ഇങ്ങനെ ഒരു ഗാഥയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും നവീൻ പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അടുത്ത് നിന്ന് കൃഷ്ണ പറഞ്ഞത് നവീന്റെ ജീവിതത്തിൽ എന്നും സമാധാനവും സന്തോഷവും മാത്രം ഉണ്ടാകണമെന്നും അത് ദൂരെ നിന്നാണെങ്കിലും താൻ കണ്ടോളാമെന്നതായിരുന്നു കൃഷ്ണയുടെ പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും മുത്തശ്ശി നവീനോടായിട്ട് പറഞ്ഞു, മോനെ നവീനെ, മുത്തശ്ശി ഒരു കാര്യം നാഗദൈവങ്ങളോട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സന്തോഷകരമായ ഒരു ജീവിതം ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നിങ്ങളെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും ആവുകയില്ല എന്നതിന് ഒരു തെളിവ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നാലും നിങ്ങളെ ഒരിക്കലും ഒന്നും വേർപിരിക്കില്ല എന്നതിന് ഒരു തെളിവ് നാഗദൈവം ഇവിടെ കാണിക്കണമെന്ന് ഇവിടെ നാഗദൈവം പ്രത്യക്ഷപ്പെട്ട് അതിനൊരു തെളിവ് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നിന്നോളൂ എന്ന് മുത്തശ്ശി അറിയിച്ചു. ഉടനെ അവർ 4 പേരും കണ്ണടച്ചങ്ങ് പ്രാർത്ഥിക്കുമ്പോഴേക്കും പെട്ടെന്ന് നാഗത്തറയിൽ ആ ദേവനാഗം പ്രത്യക്ഷപ്പെട്ടു. ദേവനാഗം പ്രത്യക്ഷപ്പെട്ട് എല്ലാവർക്കും ദർശനം നൽകിയതോടെ അത് കണ്ട് സിത്താരയ്ക്കും വലിയ അതിശയമായി. എല്ലാവരും നാഗദൈവത്തെ കണ്ട് പ്രാർത്ഥനയോടെ കൈതൊഴുത് വണങ്ങുമ്പോഴേക്കും അത് അവിടെ നിന്ന് മടങ്ങുന്നു. ഇത് കണ്ടതും മുത്തശ്ശി പറഞ്ഞു, കണ്ടോ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിരിക്കാൻ ഇനി ഒരു ശക്തിയുമാവില്ല. അതുകൊണ്ട് നാഗദൈവത്തിന്റെ അനുഗ്രഹത്തോടെയാണ് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത് എന്നറിയിച്ചു. അങ്ങനെ കേട്ട് സന്തോഷത്തോടെ നവീനും കൃഷ്ണയും അങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്നാ ഇനി മക്കള് വീട്ടിലേക്ക് പൊയ്ക്കോ എന്നറിയിക്കുമ്പോൾ നവീൻ ചോദിച്ചു, അല്ല മുത്തശ്ശി വരുന്നില്ലേ? എനിക്ക് സിത്താരയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാര്യം മുത്തശ്ശി എന്ന് നവീൻ അന്വേഷിച്ചു. അത് ഞങ്ങൾ കാരണവന്മാർക്കിടയിലുള്ള സംസാര, മക്കളെ പൊയ്ക്കോ എന്നറിയിച്ചു. അങ്ങനെ ആ ഗാഥയും നവീനും കൂടി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സിത്താര മുത്തശ്ശിയോട് ചോദിച്ചു, എന്താ അമ്മയ്ക്ക് എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഉടനെ സിത്താരയോട് മുത്തശ്ശി പറഞ്ഞു, അതെ, ഇപ്പൊ തന്നെ ഇവിടെ നാഗദൈവം പ്രത്യക്ഷപ്പെട്ട് ഇവിടെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആരെയാണെന്ന് സിത്താര കണ്ടതല്ലേ? ഇവിടെ നിന്ന നവീനെയും നവീൻ താലി കെട്ടിയ പെൺകുട്ടിയെയും നാഗദൈവം അനുഗ്രഹിച്ച് മടങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതോടെ സിത്താര പറഞ്ഞു, എനിക്ക് സന്തോഷമായി. ഗാതമോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമല്ലോ എന്നും അവര് ഒന്നിച്ചുണ്ടാകുമല്ലോ, അതാണ് എൻ്റെയും സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് നിന്ന മുത്തശ്ശി പറഞ്ഞു, അതെ, ഇവിടെ വന്നിട്ട് പോയത് സിത്താരയുടെ മകൾ ഗാഥയാണെന്നതിൽ എന്തുറപ്പാ ഉള്ളത് എന്ന് ചോദിച്ചു. അത് കേട്ടതും സിത്താര ആകെ ഞെട്ടി. അതെ, എനിക്കും നന്ദൻ അറിയാവുന്നത് പോലെ തന്നെ എനിക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ വന്നു നിന്നതും നവീന്റെ താലി കഴുത്തിലണിഞ്ഞതും ഇവിടെ ഈ കുടുംബത്തിൽ ഏതൊക്കെ പൂജകൾ ഉണ്ടായിട്ടുണ്ടോ ആ പൂജകളിലൊക്കെ പങ്കെടുക്കുകയും അതൊക്കെ ഭംഗിയാക്കുകയും ഒക്കെ ചെയ്തത് സിത്താരയുടെ മകൾ ഗാഥയല്ല, മറിച്ച് തങ്കത്തിന്റെ മകൾ കൃഷ്ണയാണ്. ആ കൃഷ്ണ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് നവീന്റെ കൂടെ പോയതും. അതുകൊണ്ട് അവർ രണ്ടുപേരുമാണ് ഒന്നിക്കേണ്ടതും. അവർക്കാണ് ഇവിടെ നാഗദൈവങ്ങൾ ദർശനം നൽകിയതും അവരെയാണ് നാഗദൈവം അനുഗ്രഹിച്ചിരിക്കുന്നതും. ജീവിതത്തിൽ ഒന്നുചേരേണ്ടതും ഒരുമിച്ച് ജീവിക്കേണ്ടതും അവർ തന്നെയാണ് എന്ന് മുത്തശ്ശി അറിയിച്ചപ്പോൾ ഇത് കേട്ട് നിന്ന് സിത്താര പറഞ്ഞു, അതെ, എന്തൊക്കെയായാലും ശരി, എൻ്റെ മോൾ ഗാഥയാണ് കളരിക്കലെ മരുമകളായിട്ട് വന്നെത്തിയത്. അതുകൊണ്ട് അവൾ തന്നെയായിരിക്കും നവീൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുക. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ സിത്താര അവിടെ നിന്ന് മടങ്ങുന്നു. ഈ സമയത്ത് പുഴയോരം വീട്ടില് അവിടെ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു ഗാഥ. ഗാഥ കുറെ തവണ വിളിച്ചിട്ടും അവിടേക്ക്
തങ്കം ചെല്ലാത്തത് കൊണ്ട് വല്ലാത്ത ഗൗരവത്തോടെ ഇരിക്കുന്ന ഗാഥക്കരികിലേക്ക് തങ്കം ഓടിയെത്തിയിട്ട് ചോദിച്ചു, എന്തിനാ എന്തിനാ എന്നെ വിളിച്ചത്? അപ്പോഴേക്കും ഗാഥ പറഞ്ഞു, എത്ര നേരമായി നിങ്ങളെ വിളിക്കുന്നു? അല്ല, അവിടെ എനിക്ക് വേറെ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഇപ്പൊ കാര്യം എന്ന് വളരെ ഗൗരവത്തോടെ തങ്കം ചോദിച്ചപ്പോൾ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. അതിനിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പം, അതെ, എനിക്ക് എന്തെങ്കിലും ഒരു ജ്യൂസ് വേണം. എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളെപ്പോലെ കാപ്പിയും ചായയൊന്നും എനിക്ക് വേണ്ട. അല്ല, നിങ്ങൾക്ക് അതൊക്കെയാണല്ലോ ശീലം. നിങ്ങളിങ്ങനെ ആ, കണ്ട ആ, കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചാണല്ലോ നിങ്ങൾ ജീവിച്ചത്. ഇപ്പോഴല്ലേ ഇതുപോലെയൊക്കെ കണ്ടു തുടങ്ങിയത്. എന്തായാലും എനിക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് മതി എന്നറിയിച്ചു. ശരി, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോയി കിച്ചണിൽ ചെന്ന് ആ, ഗാഥയ്ക്കുള്ള ജ്യൂസ് റെഡിയാക്കുകയായിരുന്നു തങ്കം. അപ്പോഴേക്കും ഇതെല്ലാം കൃത്യമായി പുറത്ത് നിന്ന് ആ, മുറിക്ക് പുറകിൽ നിന്ന് കൃത്യമായി വാച്ച് ചെയ്യുകയായിരുന്നു സത്യവതി. ഇത് തന്നെയാണ് പറ്റിയൊരവസരം. ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാനും അതിലൂടെ തങ്കത്തെയും ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയൊരവസരം ഇതാണെന്ന് തീരുമാനിച്ച് വേഗം തന്നെ ചന്ദ്ര സത്യവതി വേഗം കിച്ചണിനരികിൽ വന്ന് പതിയെ ഒളിഞ്ഞു നിന്ന് നോക്കി. അപ്പോഴേക്കും ഗാഥയ്ക്കുള്ള ജ്യൂസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന തങ്കത്തെയാണ് കണ്ടത്. ഉടനെ തന്നെ താൻ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വിഷക്കുപ്പി എടുത്തുകൊണ്ട് വേഗം സത്യവതി ഡൈനിങ് ടേബിളിനരികിലേക്ക് എത്തി. എന്നിട്ട് ഡൈനിങ് ടേബിളിനടുത്ത് വന്ന് നിന്ന് ആ ഡൈനിങ് ടേബിളിന് മുകളിലിരിക്കുന്ന ആ ജഗ്ഗിലെ വെള്ളം നിറച്ച ജഗ്ഗ് പതിയെ കൈ തട്ടി താഴെ വീഴുന്നു എന്ന ധാരണയിൽ പതിയെ ആ ടേബിളിന് അറ്റത്ത് കൊണ്ടുവന്ന് പതുക്കെ താഴേക്കിട്ടു. ബഹളം കേട്ട് തങ്കം വേഗം ഞെട്ടിത്തെറിച്ച് നോക്കി. അപ്പോഴേക്കും അവിടെ നിലത്ത് മുഴുവൻ വെള്ളം വീഴ്ച ഛത്രമതി നിൽക്കുന്ന സത്യവതി നിൽക്കുന്ന കാഴ്ചയാണ് തങ്കം കണ്ടത്. തങ്കം വേഗം തന്നെ അവിടേക്ക് ഓടി വന്നു. അയ്യോ, ഇവിടെ ആകെ വെള്ളമായി പോയല്ലോ, ഇതെന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, കുടിക്കാൻ ഞാനൊരു കുറച്ച് വെള്ളം എടുത്തതാ ശാന്തി, കൈ തട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഓ, സാരയില്ല, മേഡം മാറിക്കേ, ഞാൻ അവിടെ തുടയ്ക്കാം എന്ന് പറഞ്ഞ് തങ്കം വേഗം അത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുങ്ങി. സത്യവതി ഈ ഒരു തക്കത്തിന് വേഗം തന്നെ കിച്ചണിലേക്ക് ഓടിച്ചെന്നു. അവിടെ ഗാഥയ്ക്കായിട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ജ്യൂസിലേക്ക് വേഗം വിഷം കലർത്തുകയാണ്. അതിൽ വിഷം കലർത്തിയിട്ട് ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും മറ്റാരും കാണുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തി വേഗം ജ്യൂസ് കലർത്തി വെച്ചിട്ട് വിഷം കലർത്തിയിട്ട് ഒന്നും അറിയാത്ത പോലെ സത്യവതിയോട് മാറുന്നു. തങ്കം ഈ സമയം വേഗം ഓടി വന്ന് ആ നിലത്ത് വീണ് കിടക്കുന്ന വെള്ളമാകെ തൂത്തു തുടച്ച് മാറ്റി. എന്നിട്ട് അപ്പോഴേക്കും ഗാഥ കുറേ നേരമായി കാത്തിരുന്നിട്ടും ജ്യൂസുമായി വരാത്തതുകൊണ്ട് വീണ്ടും മുറിയിൽ നിന്ന് വിളിക്കുകയാണ്. അതേ, ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ബഹളം വയ്ക്കുമ്പോഴേക്കും ഉടനെ തന്നെ ജ്യൂസ് റെഡിയായോ എന്നായി ഗാഥയുടെ ബഹളം വെച്ചുള്ള ചോദ്യം. ഇത് കേട്ടതും തങ്കത്തിന് വല്ലാത്ത ദേഷ്യമായി. ഉടനെ അടുത്ത് തന്നെ സത്യവതി പറഞ്ഞു, തുടങ്ങിയിട്ടുണ്ട് അവള് ബഹളം, വേഗം ചെല്ല്, അവളെന്തെങ്കിലും പറഞ്ഞിട്ടാണോ ശാന്തി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് ചോദിച്ചപ്പം, ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണല്ലോ മേഡം ഇവിടെ ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ എന്തായാലും ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്, ഞാനത് കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ജ്യൂസ് വേഗം ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുത്ത് ആ ജ്യൂസ് എടുത്തുകൊണ്ട് വേഗം തങ്കം ശാന്തിയുടെ വേഗം തന്നെ ഗാഥയുടെ മുറിയിലേക്ക് തങ്കം മൂടിപ്പോകുന്നു. ഇത് കണ്ടതോടെ സത്യവതിക്ക് വലിയ സന്തോഷമായി. ഇന്നത്തോടെ അവളുടെ അഹങ്കാരവും ഈ വീട്ടിലെ സുഖവാസവും അവസാനിക്കും. അതോടെ ശാന്തി നേരെ ജയിലിലേക്കും പോകും. ഈ സ്വത്തുക്കളൊന്നും, അനിയന്റെ സ്വത്തുക്കളൊന്നും അങ്ങനെയൊന്നും അവൾ അനുഭവിക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കുകയുമില്ല എന്ന് അഹങ്കാരത്തോടെ മനസ്സ് ചിന്തിച്ചുകൊണ്ട് സത്യവതി അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാനായി വേഗം മുറിക്കരികിലേക്ക് എത്തി. വേഗം തങ്കം ജ്യൂസുമായിട്ട് അരികിലേക്ക് ചെന്നതും ഗാഥ ആകെ ദേഷ്യപ്പെട്ടു. നിങ്ങളോട് എത്ര നേരം ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇത്രയും നേരം വേണം ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ തങ്കം പറഞ്ഞു, എനിക്ക് ഇതുണ്ടാക്കൽ മാത്രമല്ല ജോലി, അടുക്കള വേറെ പല ജോലികളും ഉണ്ട്. ഇത് വേണേൽ കുടിക്കുമെന്ന് പറഞ്ഞ് കയ്യിലേക്ക് ആ ജ്യൂസ് കൊടുക്കുമ്പോഴേക്കും വേഗം തങ്കത്തോടുള്ള ദേഷ്യത്തിന് മുഖം വെട്ടിച്ച് ആ ജ്യൂസ് പിടിക്കാൻ ശ്രമിച്ച ഇടയിൽ ആ ഗ്ലാസ് താഴെ വീഴുകയും ജ്യൂസ് മുഴുവൻ നിലത്ത് പോവുകയും ചെയ്തു. അതോടെ സത്യവതി ആകെ നിരാശയിലായി. ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമെന്ന് കരുതി കാത്തിരുന്നപ്പോൾ വീണ്ടും അവൾക്ക് വല്ലാത്ത ഭാഗ്യം തന്നെയാണ്. എന്തായാലും ഇനിയും അവസരമുണ്ടല്ലോ തൻ്റെ മുന്നിൽ, അവളെ തീർക്കാൻ അടുത്ത അവസരം ഞാൻ വിനിയോഗിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് സത്യവതി കലിയോടെ അവിടെ നിന്ന് പോകുന്നു.